ഇരുളും വെളിച്ചമാകും എന്നതിലേക്ക് സ്വാഗതം. കാര്യങ്ങൾ എങ്ങനെ വിജയിപ്പിച്ചെടുക്കാം എന്നതാണ് ഇന്നത്തെ ചിന്ത. നമുക്ക് വിജയിക്കണമെന്നുള്ള ലക്ഷ്യവും ആലോചനയും നമ്മുടെ കണക്കുകളിൽ, നമ്മുടെ ജീവിതചര്യകളിൽ, നമ്മുടെ പ്രവർത്തനങ്ങളിൽ കൊണ്ടുവരുമ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ കെട്ടുപാടുകൾ, നമുക്കുണ്ടാകുന്ന വീട്ടിൻ്റെ അകത്തും കൂട്ടുകാർക്കിടയിലും ഒക്കെ ഉണ്ടാകുന്ന സെൻറ്റിമെൻറ്റ്സ്, ചില കാര്യങ്ങൾ നമ്മൾ ഏറ്റെടുക്കാൻ തയ്യാറാകുന്ന രീതി, അതൊക്കെ തൽക്കാലം നമ്മൾ അവോയ്ഡ് ചെയ്താലേ, നമ്മൾ അതിനൊരു അവധി കൊടുത്താലേ നമുക്ക് വിജയത്തിലോട്ട് പറന്നുയരാൻ, നമുക്ക് മേളിലോട്ട്, അതായത് ഭാരം കൂടുന്നതനുസരിച്ച് പറക്കാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമ്മൾ ചില കെട്ടുപാടുകൾ, ചില പ്രശ്നങ്ങൾ, ഇവരുടെ പ്രശ്നങ്ങൾ എന്നുള്ള കാര്യങ്ങളെ നമ്മൾ ക്രമീകരിച്ച് നമ്മളത് തോളുകുത്തുമ്പോൾ നമുക്ക് ഉയരങ്ങളിലിട്ട് ഒരു പടി കയറുമ്പോഴായാലും അത് ഭാരം നമുക്ക് കൂടുതലായിട്ട് ചുമക്കേണ്ടി വന്നാൽ നമുക്കത് മേളിലോട്ട് സഞ്ചരിക്കാൻ വലിയ പാടായിരിക്കും. അപ്പോൾ തൽക്കാലത്തേക്ക് അവർക്കൊക്കെ ഒരു പ്രചോദനം, അവർക്കൊരു മുന്നോട്ട് അവരെയും കൂടെ സഹായിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ എത്തണമെങ്കിൽ തൽക്കാലം അതുപോലുള്ള കെട്ടുപാടുകൾ, അങ്ങനെയുള്ള സെൻറ്റിമെൻറ്റ്സുകൾ, സഹായ മനസ്ഥിതികൾ തൽക്കാലത്തേക്ക് നമ്മൾ നിർത്തിയാലേ നമുക്ക് സേഫായ രീതിയിൽ ഒരു ഉയർച്ചയിലേക്ക്, ഉയർന്ന് പറക്കാൻ പറ്റുന്ന രീതിയിലേക്ക് എത്താൻ പറ്റും. അത് നമുക്കൊരു ഒന്നാമത്തെ ചിന്തയിൽ നമ്മളത് കൊണ്ടുവരണം. പിന്നെ നമുക്ക് പറ്റുന്നത് സമൂഹം തരുന്ന മുറിവുകൾ. ചില മുറിവുകൾ നമുക്കിങ്ങനെ തന്നുകൊണ്ടേയിരിക്കും. നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട്, അല്ലെങ്കിൽ നമ്മൾ പ്രയത്നിക്കുന്നത് കറക്റ്റാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ സമൂഹത്തിലെ ചില ക്ഷുദ്രശക്തികളുണ്ട്, അതെല്ലാ സമൂഹങ്ങളിലും ഉള്ളതാണ്. അവരിങ്ങനെ നമ്മളെ വിഷമിപ്പിക്കുന്ന രീതിയിൽ ഓരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞു പരത്തുകയും നമുക്കെതിരായി പ്രവർത്തിക്കുകയും ചെയ്യും. അതിൽ നമ്മൾ വീണു പോകരുത്. അതൊരു ഇന്ധനമായിട്ട്, അത് നമ്മൾ വളരെ നമുക്കൊരു പ്രചോദനം നൽകുന്ന ഇന്ധനമായിട്ട് ആ മുറിവുകളെ മാറ്റണം. ആ മുറിവുണ്ടെങ്കിൽ നമുക്ക് സഞ്ചരിക്കാൻ പറ്റില്ല. വേദന കൂടുതലാവുമ്പോൾ നമുക്ക് വല്ലാതെ ക്ഷീണാവസ്ഥകളിലോട്ട് പോകും. അപ്പോൾ ആ വേദനകളെ സമൂഹം തരുന്ന ഇതുപോലുള്ള കിംവദന്തികളും നമുക്കെതിരെ വരുന്ന ആക്ഷേപങ്ങളും എതിരായി പ്രവർത്തിക്കുന്നവരെയും അവർക്ക് നമുക്കൊരു ഇന്ധനമായിട്ട്, ഒരു പ്രചോദനമായിട്ട് നമ്മൾ അതിനെ കണ്ടെത്തി അതിനെ ആ ഒരു രീതിയിൽ ഉപയോഗപ്പെടുത്തിയാൽ തീർച്ചയായിട്ടും നമുക്ക് ഉയരങ്ങളിൽ പറക്കാൻ കഴിയും. അപ്പോൾ തൽക്കാലത്തേക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മൾ ആ രീതിയിൽ ക്രമീകരിച്ചാൽ ഉറപ്പായും നമ്മൾ ഒരു നല്ലൊരു അവസ്ഥയിൽ, നല്ലൊരു രീതിയിൽ നമുക്കെത്താൻ പറ്റും. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ പറയുന്ന നമ്മളെ ഉപദ്രവിച്ചവർക്ക് ആൻസറുകൾ കൊടുക്കാം. അതും എങ്ങനെയാണ്? നമ്മൾ പുഞ്ചിരിക്കുന്ന രീതിയിൽ, വിജയിച്ച് കാണിക്കുന്ന രീതിയിൽ ആകണം നമ്മൾ ആ ഒരു മറുപടി അവർക്ക്, സമൂഹത്തിന് കൊടുക്കാനുള്ളത്. നമ്മൾ വിജയിച്ച് കാണിക്കണം. നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഈശ്വരനെ, സത്യത്തെ മുറുകെ പിടിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ മുന്നോട്ട് പോയാൽ നമുക്ക് മറുപടി കൊടുക്കാൻ പറ്റും. ആ മറുപടി നമ്മുടെ ജീവിതമാണ്. ആ രീതിയിൽ നമ്മളത് മാറ്റി നമ്മളത് ക്രമീകരിച്ചാൽ ഉറപ്പായിട്ടും നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യും. അതുപോലുള്ള കെട്ടുപാടുകൾ ആദ്യം പറഞ്ഞ അതും തൽക്കാലത്തേക്ക് നമുക്കൊപ്പമുള്ളവരെ സഹായിക്കണം. ആ സഹായിക്കുന്ന രീതിയിൽ നമ്മളിപ്പോൾ മോശമായി നിൽക്കുമ്പോൾ അമിതമായ ഭാരം നമ്മൾ വഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതിനും താൽക്കാലികമായിട്ടൊന്ന് ഇറക്കി വെച്ചാൽ ഉറപ്പായും കൂടെ ഉള്ളവരെ സഹായിക്കാൻ പറ്റുകയും നമുക്ക് വിജയിക്കാൻ പറ്റുകയും നമ്മൾ സേഫായ ഒരു അവസ്ഥയിൽ എത്തുകയും ചെയ്യും. നന്ദി, നമസ്തേ.